ഹലോ ഓൾ, വെൽക്കം ടു ഡിഗ്യോഗി. LDC എക്സാമിനുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ എക്കണോമിക്സിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹിസ്റ്ററി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എക്കണോമിക്സും കൂടെ പാരലായിട്ട് പഠിച്ചു പോകാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന CPO എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും SCRT പോർഷനിൽ നിന്നും വരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മുക്കും മൂലയും അരിച്ച് വേണം പഠിക്കാനായിട്ട്. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും സീരിയസ്നെസ്സോട് കൂടി നിങ്ങൾ കാണുക, പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഉൽപാദന പ്രക്രിയയിലൂടെ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ? മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ഉൽപാദനത്തിന്റെ ഫലമായി ലഭിക്കുന്നത് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഉൽപാദനത്തിന്റെ ഫലമായി ലഭിക്കുന്നത് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഇവിടെ നമുക്ക് പിക്ചറിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിലം ഒരുക്കുന്നു, അതിനുശേഷം വിത്ത് വിതയ്ക്കൽ, ഞാറ് നടീല്, ശേഷം കള പറിക്കല്, വളം വിതറൽ, കൊയ്ത്ത്, കറ്റ മെതിക്കൽ, നെല്ല് ശേഖരിക്കൽ. നെല്ലുൽപാദനം എന്ന പ്രക്രിയ ഇത്രയും സ്റ്റേജസിലൂടെയാണ് കടന്നു വരുന്നത്. ഈ ഒരു പ്രക്രിയയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പങ്കാളികളാകുന്നത്? തൊഴിലാളികള്, പ്രകൃതി വിഭവങ്ങളായ ഭൂമി, ജലം, മനുഷ്യനിർമ്മിത വസ്തുക്കളായ വളം, വിത്ത്, യന്ത്രങ്ങൾ. ഇങ്ങനെ നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഒരു ഉൽപാദനം നടക്കുന്നത്. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 എണ്ണമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നും നോക്കാം. ആദ്യം ഭൂമി. ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. ഭൗമോപരിതലത്തിലെയും ഭൗമാന്തരീക്ഷത്തിലെയും ഭൗമാന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? മണ്ണ്, ജലം, വനം, വായു, കൽക്കരി തുടങ്ങിയവ ഭൂമിയിൽ ഉൾപ്പെടും. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ ഉൾപ്പെടും. ഇങ്ങനെ ഉൽപാദന പ്രക്രിയ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കാറുണ്ട്. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം പാട്ടമാണ് അല്ലെങ്കിൽ റെന്റ്. ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം പാട്ടം അല്ലെങ്കിൽ റെന്റ്. അടുത്ത നമുക്ക് തൊഴിൽ നോക്കാം. ലേബർ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് തൊഴിൽ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കയർ നിർമ്മാണ യൂണിറ്റ്. അവിടെ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്, ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന്, ഉൽപ്പന്ന വിതരണത്തിന്, അങ്ങനെ പല രീതിയിലാണ് തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. അത് സാലറി, വേജസ് ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത് പണത്തിന്റെ രൂപത്തിലാണ് ലഭ്യമാകുന്നത്. എന്നാൽ പണത്തിന് പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഉദാഹരണം, തെങ്ങ് കയറ്റത്തിന് പ്രതിഫലമായി തേങ്ങ നൽകാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ ഉപയോഗിക്കുന്നത് അവന്റെ അധ്വാനശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്ക് കരുതി വയ്ക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും മെച്ചപ്പെടുത്താനായിട്ട് കഴിയും. അത് ഓർത്തിരിക്കാം. അടുത്തത് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും
ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായത് മൂലധനമാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളെ മൂലധനം എന്ന് പറയുന്നു. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനത്തിൽ ഉൾപ്പെടുന്നു. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. അപ്പൊ നമുക്ക് പൈസ മാത്രമല്ല, പൈസയുടെ ഫോമിലുള്ള മറ്റ് സാധനങ്ങളും നമുക്ക് മൂലധനത്തിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഉൾപ്പെടുത്താം. യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയെല്ലാം മൂലധനത്തിൽ ഉൾപ്പെടുത്താം. അടുത്തത് വിജ്ഞാന മൂലധനം അല്ലെങ്കിൽ നോളജ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അടുത്ത നമുക്ക് മൂലധനത്തിന്റെ സവിശേഷതകൾ നോക്കാം. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. നമുക്കറിയാം, മൂലധനം ഇല്ലെങ്കിൽ മറ്റൊരു ഉൽപാദന ഘടകവും ചലിക്കുകയില്ല. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. മൂലധനത്തിലുള്ള പ്രതിഫലം പലിശയാണ്. മൂലധനത്തിൽ ലഭിക്കുന്ന പ്രതിഫലം പലിശയുടെ ഫോമിലാണ്, ഓർത്തിരിക്കുക അത്. അടുത്തത് സംഘാടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുന്ന പ്രോസസ്സാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നറിയപ്പെടുന്നു. സംഘാടനം നടത്തുന്ന വ്യക്തിയാണ് സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഭൂമി, തൊഴിൽ, മൂലധനം ഇവ മൂന്നും കൂട്ടിച്ചേർന്ന് സംഘാടനം നടത്തുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം ഇവ മൂന്നും ചേർന്നാണ് നമുക്ക് സംഘാടനം നടത്താനായിട്ട് സാധിക്കുന്നത്. ഈ സംഘാടനത്തിന്റെ ഫലമായിട്ട് അവിടെ ഉൽപാദനം നടക്കുന്നു, ഒരു ഉൽപാദന പ്രോസസ്സ് നടക്കുന്നു. അങ്ങനെ ഒരു ഉൽപാദനം നടന്നാലേ ഒരു ഉൽപ്പന്നം ഉണ്ടാകുകയുള്ളൂ. ഉൽപാദനം നടന്നാലേ അവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിൽ സംഘാടകന്റെ പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്നും വ്യക്തമാകും. അങ്ങനെ ഉൽപാദന ഘടകമെന്ന നിലയിൽ സംഘാടകനുള്ള പ്രതിഫലം ലാഭമാണ്. ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുക, ആ ലാഭമാണ് സംഘാടകന്റെ റിട്ടേൺ. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടുന്നു. വ്യക്തികളുടെ ആവശ്യ പൂർത്തീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയുമാണ്. ഈ പ്രക്രിയ എങ്ങനെ നിരന്തരമാകുന്നുവെന്ന് നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, നമുക്കതൊന്ന് നോക്കാം. നമുക്കറിയാം, ഉൽപാദന ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്. ഈ ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ഘടകങ്ങളാണ് ഉൽപാദന യൂണിറ്റിന്റെ റോ മെറ്റീരിയൽ. അപ്പം ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന യൂണിറ്റിൽ എത്തുന്നു. അതിനവർക്ക് പ്രതിഫലമായിട്ട് പൈസ ലഭിക്കുന്നു. ആ പൈസ ഗാർഹിക യൂണിറ്റിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഗാർഹിക യൂണിറ്റിൽ എത്തിച്ചേർന്ന ആ പൈസ ഉപയോഗിച്ചിട്ട് അവര് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗാർഹിക യൂണിറ്റിൽ എത്തിയ പൈസ വീണ്ടും ഉൽപാദന യൂണിറ്റിൽ എത്തുന്നു. അവിടെ നിന്നും തിരിച്ച് സാധനങ്ങളും സേവനങ്ങളുമായിട്ട് ഗാർഹിക യൂണിറ്റിൽ എത്തുന്നു. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്നതിനെ പറയുന്നത്. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണത്തിനായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നും പല പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരാവശ്യം നിറവേറുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകുന്നു. ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടിയും വരും. അതുകൊണ്ടാണ് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നത്. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടന എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ്. ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു.
ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില അല്ലെങ്കിൽ പ്രൈസ് പണമായി നൽകുന്നു. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉൽപാദനം എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.